ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടക്കപ്പുളി കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്. അപ്പോൾ അതൊക്കെ കഴുകി അരിഞ്ഞിട്ട് ചട്ടിയിലിട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടോ. അത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ പിന്നെ ഉപ്പേരിക്കുള്ള കായ ഉണ്ട് അത് നുറുക്കിയെടുത്ത്. അപ്പോൾ കായ നുറുക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് വേണ്ട നുറുക്കിയിട്ട് കൊടുക്കാൻ, എന്നാലേ അതിൻ്റെ കറൊക്കെ ഇളക്കി കളയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായും കൂടി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെണ്ടക്കൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറവിടാം. ഇത് നമുക്ക് നല്ലൊരു അടിപൊളി കൂട്ടാൻ കേട്ടോ. ഇത് കാണാൻ സിമ്പിളാണ്, വെക്കാനും സിമ്പിളാണ്. പിന്നെ ഈ കറി കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട്, അതിന് മീനിൻ്റെ ആവശ്യം കൂടി ഇല്ല, ഈ കറി ഉണ്ടായാൽ മതി. പിന്നെ അത് കടുക് ഇട്ടിട്ട് ഞാൻ താളിച്ചെടുത്തിട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതും ഒന്ന് വറവിടണം. അപ്പോൾ അത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുക് ആദ്യം പൊട്ടിച്ച് കൊടുത്ത്, പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് താളിച്ചെടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചിന്. ഇതാകുമ്പോൾ പിന്നെ കുട്ടികളെ കരച്ചിലും പിരിച്ചിലൊന്നും ഉണ്ടാവില്ല. മീനില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ റംസാനാണ് നാളെ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ലഞ്ചാണ് ഉച്ചക്കുള്ളത്.